ഇന്ന് ഡിപ്രഷൻ കാരണമായിട്ട് ഈ ലോകത്തിൽ മരണപ്പെടുന്ന വർഷത്തിൽ 8 ലക്ഷം ആളുകളാണ് ഈ രോഗം കാരണം മരണപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരൻ, അതിലെ അധികം ആളുകൾ സ്ത്രീകളാണ് എന്നാണ് പറയപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ കാര്യം എത്ര അത്ഭുതമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവൻ ഈ ലോകത്തിൽ ബാധിക്കാൻ പോകുന്ന മോശവും ദുഃഖവും സന്തോഷവും ഒരേപോലെയാണ്. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം അവൻ ഈ ലോകത്തിൽ സന്തോഷം ബാധിച്ചാൽ അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അതിന് അള്ളാഹുവിനെ സ്തുതിക്കും. അതേ മറിച്ച് അവന് ദുഃഖമാണ്, പരീക്ഷണമാണ് ബാധിക്കുന്നതെങ്കിൽ അതിന് ക്ഷമിക്കുകയാണെങ്കിൽ അതിനും അല്ലാഹു സുബ്ഹാനഹു തആല കണ്ണിൽ വലിയ പ്രതിഫലം അതിനും കാത്തിരിക്കുന്നുണ്ട്. ഒരു ചെറിയ മുള്ള് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തറക്കുന്നത് പോലും വെറുതെ അല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര അത്ഭുതമാണ് വിശ്വാസിയുടെ കാര്യം. ഈ ഡിപ്രഷൻ രോഗത്തിൽ അകപ്പെടുന്ന ആളുകളുടെ മെയിൻ കാരണം റിപ്പോർട്ടിലൊക്കെ പറയപ്പെടുന്നത് അവര് തനിച്ചാണ് എന്നൊരു തോന്നൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ തനിച്ചാണ്, എൻ്റെ വേദനകൾ കാണാൻ ആരുമില്ല, എൻ്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന തോന്നൽ, ഞാൻ തനിച്ചാണ് എന്ന തോന്നൽ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ഡിപ്രഷൻ രോഗത്തിലേക്ക് പോകാനുള്ള ആദ്യത്തെ സ്റ്റേജാണ് അവർ പറയപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസമുള്ള വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാണ്. നീ തനിച്ചല്ല, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന്. ഈ ലോകം സൃഷ്ടിപ്പായ ലോകത്തിലെ മുഴുവനും സൃഷ്ടികൾക്ക് ദുഃഖവും സന്തോഷവും സ്നേഹവും ഇതൊക്കെ പങ്കിട്ട് കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നീ തനിച്ചല്ല, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കുറെ സ്ഥലത്ത് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ പറയുന്ന വാക്കുകൾക്കൊന്നും നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ പരസ്യമാക്കുന്നതും രഹസ്യമാക്കുന്നതും ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് അവര് പറയുന്നതൊന്നും കാര്യമാക്കേണ്ടതില്ല, നിങ്ങളെ കൂടെ ഞാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്. ഏത് സമയത്തിലും നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടൊപ്പമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സുബ്ഹാനല്ലാഹ്. ചിലർ വിചാരിക്കുന്നത് ഈ ദുഃഖം എന്നെ മാത്രമാണ് ബാധിക്കുന്നതെന്ന്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുഃഖവും സന്തോഷവും ഇത് രണ്ടും കടന്നു പോകുന്ന സ്റ്റേജിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ സൂറത്തുൽ ബലദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സമയത്ത് സൂറത്തുൽ ബലദിന്റെ 4-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ദുഃഖങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ സഹിക്കേണ്ട രൂപത്തിലാണ് ലോകത്തിലെ മുഴുവനും മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്, ഈ ലോകം നിങ്ങളെ ട്രയൽ മാത്രമാണ് സഹോദരങ്ങളെ. ഈ ലോകത്തിൽ കാണുന്ന സർവ്വതിനും അന്ത്യമുണ്ട്. ലോകത്ത് വെറും ട്രയലാണ്. ലോകത്തിലെ സമാധാനവും സന്തോഷവും, എല്ലാ സമയത്ത് സന്തോഷവും സമാധാനവും ഉള്ള ജീവിതം ഒരാൾക്കും ഈ ലോകത്ത് കിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ലോകത്തിനെ കുറിച്ച് ഏറ്റവും മനോഹരമായ ഒരു ഹദീസിന്റെ സഹോദരങ്ങളെ, അതിൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഈ ലോകത്തിൽ നിങ്ങൾ ഒരു പ്രവാസിയെ പോലെ അല്ലെങ്കിൽ സ്ട്രേഞ്ചറിനെ പോലെ ഈ ലോകത്തിൽ ജീവിക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. അതിന്റെ അർത്ഥം ലോകത്തില് കുറെ ട്രാവൽ ചെയ്ത് ജീവിക്കുന്നല്ല അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കുന്നത്. എത്ര ശരിയെന്നറിയില്ല. ഒരു എക്സാമ്പിൾ തരാം, ഒരു ഉദാഹരണം തരാം. ഒരു മനുഷ്യൻ മറ്റൊരു സ്ഥലത്തിലേക്ക്, നാട്ടിൽ ഒരുപാട് പ്രയാസങ്ങൾ ഇതൊക്കെ വരുമ്പോൾ മറ്റൊരു സ്ഥലത്തിലേക്ക് അവൻ ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആ ജോലിക്ക് പോകുന്ന സമയത്ത് അവന് ശമ്പളം കിട്ടുന്ന സമയത്ത് ആ സാലറിയിൽ നിന്ന്, ആ ശമ്പളത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ചീപ്പായിട്ടുള്ള വസ്ത്രങ്ങളും ഇതൊക്കെ വാങ്ങിച്ച് നാട്ടിലേക്ക് വേണ്ടത് അവൻ ശേഖരിച്ചു. ഏതുള്ള ബുദ്ധിശക്തിയുള്ള മനുഷ്യൻ അങ്ങനെ ചെയ്യും. ഏറ്റവും വില കുറഞ്ഞ വസ്ത്രങ്ങളും ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങളും മേടിച്ചിട്ട് ഇവിടെ കഴിഞ്ഞുകൂടും. എന്നിട്ട് നാട്ടിലേക്ക് വേണ്ടത് അല്ലെ. കാരണം അവനിക്കറിയാം, ഞാൻ ഒരിക്കലും ഇവിടെ വന്നത് ഇവിടെ ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്, നാട്ടിലേക്ക് വേണ്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഏതുള്ള ബുദ്ധിശക്തിയുള്ള മനുഷ്യനും അറിയാം അല്ലെ. അതേ മറിച്ച് അവൻ അവിടെ കിട്ടുന്ന ആ സാലറിയിൽ നിന്ന്, ശമ്പളത്തിൽ
അടിച്ച് പൊളിച്ച് ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥാനങ്ങളും വസ്ത്രങ്ങളും മേടിച്ച് അവിടെ അടിച്ച് പൊളിച്ച് അവസാനം നാട്ടിലേക്ക് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ സ്വന്തമായിട്ട് വീട് പോലുമില്ലാതെ ഒരു കാറ്റയെ കുറിച്ച് അല്ലെ, ഇത്ര ഭയാനകമായിരിക്കും അല്ലെ, ഇത്ര പരാജയമായിരിക്കും. അതേപോലെയാണ് നമ്മുടെ ശരിക്കുള്ള വീട്ടിലേക്ക് നമ്മൾ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രമാണ് ഈ ലോകത്തിലേക്ക് വെറും കുറച്ച് സമയത്തിലേക്ക് ഈ ലോകത്തിൽ നമ്മൾ കുറെ പണവും അന്തസ്സും കുറെ സ്റ്റേജും വീടും ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ആൾക്ക് പോലും ഏറ്റവും വലിയ ദാരിദ്ര്യം അവനെ ബാധിക്കുന്നുണ്ട്, സമയം എന്ന് പറയുന്നത്. ഇപ്പോ ഒരു 30 വർഷമായിരിക്കും, നെക്സ്റ്റ് കഴിഞ്ഞ 40, പിന്നെ 50, അവന്റെ ശരീരം തൊലികളൊക്കെ വണങ്ങിപ്പോവും, രോഗം ബാധിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് ഈ രോഗം എന്ന് പറയുന്നത് ടെമ്പററി ആണ്, പെർമനന്റ് അല്ല, ടെമ്പററി ആണ്. കുറച്ച് നാളത്തിലേക്ക് വേണ്ടി മാത്രമാണ് ഈ ലോകം. നമ്മുടെ ശരിക്കുള്ള വീട് അവരാണ് സഹോദരങ്ങൾ. പരലോകം, സ്വർഗം, നരകം ഇതൊക്കെയുണ്ട്. അവിടേക്ക് വേണ്ടിയാണ് അധ്വാനിക്കേണ്ടത്, അവിടേക്ക് വേണ്ടിയാണ് ഈ ലോകത്തിൽ വെച്ച് നമ്മൾ കഷ്ടപ്പെടേണ്ടത്. അതേ മറിച്ച് ഈ ലോകത്ത് നമ്മൾ അടിച്ചു പൊളിച്ച് എല്ലാ ഹറാമുകളും ചെയ്ത് ഈ ലോകത്തെ നമ്മൾ സൃഷ്ടിച്ച് നമ്മുടെ റബ്ബിനെ ധിക്കരിച്ച് നടന്ന് അവസാനം മരിക്കുമ്പോൾ ഒന്നുമില്ലാതെ നിന്റെ മയ്യത്തിനെ, നിന്റെ ശരീരത്തിനെ കൊണ്ടുപോയി ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ചിന്തിച്ചു നോക്കണം. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ഖബറിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. ആ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബറിനെ ചൂണ്ടിക്കാണിച്ച് സ്വഹാബികൾക്ക് പഠിപ്പിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഖബറിലുള്ള ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ വ്യക്തിക്ക് ഈ സമയം വെറും 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അവകാശം കിട്ടിയാൽ, വെറും 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അവകാശം കിട്ടിയാൽ അയാളുണ്ടാക്കിയ ആ ദുനിയാവിൽ വെച്ച് അയാളുണ്ടാക്കിയ മുഴുവനും സമ്പത്തിനെ വിറ്റിട്ടാണെങ്കിലും, ആ സ്വത്ത് മുഴുവനും വിറ്റിട്ടാണെങ്കിലും 2 റക്അത്ത് നിസ്കരിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ഈ ലോകം മുഴുവനും വിൽക്കാൻ അയാൾക്ക് കിട്ടിയാൽ, ഈ ലോകം മുഴുവനും വിറ്റിട്ടാണെങ്കിലും 2 റക്അത്ത് ഇതൊക്കെ നമ്മൾ നിസ്സാരമായിട്ടാണ്. ലോകത്തിൽ നിങ്ങൾ ചിന്തിക്കണം, എത്ര ചിന്തിച്ചാൽ ഈ ലോകത്തില് എത്ര പണമുണ്ട്, എത്ര വലിയ രാജനാണെങ്കിലും, എത്ര വലിയ ദാരിദ്ര്യം, എത്ര വലിയ പാവപ്പെട്ടവനാണെങ്കിലും ഇവർക്കെല്ലാം ഏറ്റവും വലിയ പരീക്ഷണമാണ് സമയം എന്ന് പറയുന്നത്. നമ്മള് എല്ലാം പണവും ഉണ്ടാക്കി സ്റ്റേബിളായിട്ട് നമ്മുടെ ഏജ് കടന്നു പോയി, നമ്മുടെ തൊലികളും ഇതൊക്കെ വാടി ഇനി നമുക്ക് രോഗം ബാധിക്കാം.